അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹവും ആദരവും നിറഞ്ഞ സയ്യിദവരുകൾ, അതുപോലെ തന്നെ ഹാഷിമി പണ്ഡിതന്മാരെ, എൻ്റെ മുമ്പാകത്തിലിരിക്കുന്ന കേരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ലോകമെമ്പാടും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു ദിവസം നമ്മളിലേക്ക് ആഗതമായിട്ടുണ്ട്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഒരുപാട് വിദ്യാർത്ഥികളും ഒരുപാട് ഉസ്താദുമാരും ഇവിടെ വ്യത്യസ്ത ഭാഷയിൽ പ്രസംഗവും ഗാനവും ഇവിടെ ആലാപിച്ചു. നല്ലൊരു അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. എന്നാലും എൻ്റെ കർത്തവ്യം അവസാനമായി നന്ദി പറയുക എന്നുള്ളതാണ്. എങ്കിലും ഒരു ചെറിയ 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി 1947 ആഗസ്റ്റ് 14 മധ്യരാത്രിയിൽ നിന്ന് നമ്മൾക്ക് ഈ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. മാത്രമല്ല, ആ ഇന്ത്യയിലേക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളും ജാതി മതഭേദവുമില്ലാതെ ഒരുപാട് വ്യക്തിത്വങ്ങളും പോരാടിക്കൊണ്ട് നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതിൽ ഏറെ പറയേണ്ടത് മുസൽമാനരെ കുറിച്ചാണ്. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം ആസാദ്, അതുപോലെ തന്നെ ബഹദൂർ ഷാ, ടിപ്പു സുൽത്താൻ, ജാക്കിർ ഹുസൈൻ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ പോരാടിയത് ഞങ്ങൾക്ക് അഭിവന്ദനങ്ങൾ, അഭിവാദ്യമുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരായിരുന്നു ബഹദൂർ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തി? മുസ്ലിം സേനാനിയായിരുന്നു ബഹദൂർ ഷാ. ഒരിക്കലതാ ബഹദൂർ ഷാ തൻ്റെ ശത്രുക്കളെല്ലാം അവിടെ നിന്ന് വന്നുകൊണ്ട്, നിന്റെ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നീ പിന്മാറണമെന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് ബഹദൂർ ഷാ പറയുന്നത്, ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം നിന്ന് ഒരിക്കലും ഞാൻ പിന്മാറുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് പോലും ശത്രുക്കൾ എന്ത് ചെയ്തെന്നറിയുമോ? ബഹദൂർ ഷായുടെ മക്കളെ വിളിച്ചുകൊണ്ട് മക്കളുടെ കൈയും കാലും വെട്ടിക്കൊണ്ട്, ബഹദൂർ ഷായുടെ 3 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകന്റെ കൈയും കാലും വെട്ടിക്കൊണ്ട് ആ ബഹദൂർ ഷായുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നിന്റെ മകന്റെ കൈകാല് വെട്ടി കൊണ്ടുവന്നതാണ്, നീ ഇനിയെങ്കിലും ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ സമയത്ത് ഒരിക്കലും ഞാൻ പിന്മാറുകയില്ല. മാത്രമല്ല, 2ാമത്തെ മകന്റെയും 3ാമത്തെ മകന്റെയും കൈയും കാലും വെട്ടിക്കൊണ്ട് വന്ന സമയത്തും പോലും പറഞ്ഞു, തൻ്റെ പിതാവായ ബഹദൂർ ഷായോട് പറഞ്ഞു, നിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ സമയത്ത് ഒരിക്കലും എൻ്റെ ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്മാറുകയില്ല എന്ന ഉറക്കെ ഒരു പ്രഖ്യാപനയോടും കൂടെയാണ് നടത്തിയതാണ് മുസ്ലിം സേനാനിയായ ബഹദൂർ ഷാ. മാത്രമല്ല, നിങ്ങൾക്കറിയുമല്ലോ മൈസൂരിലെ പുലി എന്ന് പറയുന്ന ടിപ്പു സുൽത്താൻ ആരായിരുന്നറിയുമോ? 3 ദിവസം കുറുക്കനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഒരു ദിവസം പുലിയേക്കാൾ ജീവിക്കുന്നത് ഹൈറാണെന്ന് പറഞ്ഞുകൊണ്ട്, മാത്രമല്ല തൻ്റെ പിതാവ് ഹൈദർ അലി മൈസൂർ 1ാം മഹായുദ്ധത്തിൽ ബ്രിട്ടീഷരുടെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ട് തൻ്റെ പിതാവ് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചു. മാത്രമല്ല, അതല്ലേ പറയുന്നത്, live like a king, fight like a soldier, and like a legend, and die like a legend. ഒരു രാജാവിനെ പോലെ ജീവിക്കുക, ഒരു പടയാളിയെ പോലെ പോരാടുക, മാത്രമല്ല ഒരു ഇതിഹാസയെ പോലെ മരിക്കുക. രാജ്യം ഹൈന്ദവന്റെയല്ല, മുസൽമാന്റെയല്ല, കറുത്തവനും വെളുത്തവനും ചെറിയവനും വലിയവനും പാവപ്പെട്ടവനും പണക്കാരും എന്നുള്ള ഒരു വ്യത്യാസവുമില്ലാതെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞാൻ ഈ ഇന്ത്യയുടെ ജനതയാണ്. ഈ രാജ്യത്തിൽ ജനിച്ചാൽ ഈ ഇന്ത്യയിൽ തന്നെ മരിക്കും. രാജ്യം ഹൈന്ദവന്റെയല്ല, മുസൽമാന്റെയല്ല, മതമുള്ളവന്റെയല്ല, മതമില്ലാത്തവന്റെയല്ല. ഈ ഇന്ത്യ രാജ്യത്തിനും എല്ലാവർക്കും ഓരോരോ കഴിവുകളുമുണ്ട്. മാത്രമല്ല, ഒരു അറബിയിൽ ഒരു വചനമുണ്ട്, അൽ ഹർരിയതു ഹഖ്ഖുൽ മൗലൂദി സഅസ്അലു അലൈഹി ബിത്തഅകീദ് അന്നസ്റുല്ലദി തഹഖഖു ബിന്നളാൽ സയബ്ഖി ദായിമൻ ഫിദ്ദാകിരീൻ.
ജന്മാവകാശം അത് ഞാൻ നേടുക തന്നെ ചെയ്യും. പോരാടി നേടിയ വിജയം അത് എന്നും ഓർമ്മയിലായി ഉണ്ടാകുന്നത് എന്നുള്ള ആ വചനം സത്യമാണ്. കാരണം 1447 മുമ്പ് ഒരുപാട് മുസ്ലിം സേനാനിയും ഒരുപാട് മറ്റു ഇതര ജാതിയിലുള്ള ഭഗത് സിംഗ്, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിജിയെ പോലെയുള്ള നേതാക്കൾ പോരാടിക്കൊണ്ട് നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്നേക്ക് 79 വർഷമായിട്ടുണ്ട്. നാം ഒരിക്കലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാതിരിക്കാൻ പാടില്ല. ഇന്ന് ഇവിടെ മഹത്തായ കാട്ടുകുക്കെ ക്യാമ്പസിൽ മാത്രമല്ല, ലോകമെമ്പാടും പള്ളികളിലും മദ്രസകളിലും സ്ഥാപനയിലും അതുപോലെ തന്നെ മറ്റു വിവിധ ചാരിറ്റബിൾ ട്രസ്റ്റുകളിലും മറ്റു ക്ലബ്ബുകളിലും ഇന്നത്തെ ഈ ഇന്ത്യയുടെ പതാകം ഉയർത്തലും മാത്രമല്ല സന്ദേശ പ്രഭാഷണവും നടത്തുന്നത് എന്തിനാണ്? അവരുടെ ഒരു ഓർമ്മകൾക്ക് വേണ്ടി മാത്രമാണ്. ഇനിയും ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നത്, ഈ ഇന്ത്യയിൽ ജീവിച്ചു കഴിഞ്ഞു, ഇനി ഒരു വിഷമവുമില്ലാതെ ഈ ഇന്ത്യയിൽ തന്നെ മരിക്കണമെന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഈ ഇന്ത്യയിൽ തന്നെ ജനിച്ചാൽ ഈ ഇന്ത്യയിൽ തന്നെ ജനിക്കും, ഈ ഇന്ത്യയിൽ തന്നെ മരിക്കും. രാജ്യം ഹൈന്ദവന്റെ അല്ല, മുസൽമാന്റെ അല്ല, ക്രൈസ്തവന്റെ അല്ല. മാത്രമല്ല നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഈ രണ്ട് സേനാനിയോടും ശത്രുക്കൾ വന്നുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് പറയുകയാണ്, തൻ്റെ ഉമ്മയായ ആബിദ എന്നവരോട് പോയി പറയുകയാണ്. ശത്രുക്കൾ ഇങ്ങനെ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും അവരുടെ തൻ്റെ മാതാവ് അവിടെ നിന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ജീവിച്ച സമയത്ത്, നിങ്ങൾ ജനിച്ച് വീണ സമയം മുതൽ നിങ്ങൾക്ക് 2-3 വയസ്സ് വരെ നിങ്ങൾക്ക് മുലപ്പാല് തന്നത് അത് ഹറാമായി വിഷമമായി പോകുമെന്ന് വിഷമായി പോകുമെന്ന് പറഞ്ഞ സമയത്ത് നാം ഇതിൽ നിന്ന് ഗൗരവമായി ചിന്തിക്കണം. അവർ അത്ര കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. മാത്രമല്ല ഇവിടെ വിദ്യാർത്ഥികൾ ഓരോ വ്യത്യസ്തമായ കന്നഡയിലും മലയാളയിലും അതുപോലെ തന്നെ ഹിന്ദിയും അതുപോലെ തന്നെ മറ്റു ഭാഷയിലും ഗാനവും അതുപോലെ തന്നെ പ്രസംഗവും രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓരോ കലാലയങ്ങളിലും ഓരോ കഴിവുള്ളവരുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കൂട്ടായ്മ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിയെ ആദ്യമായി ഫ്ലാഗ് ഹോസ്റ്റ് നടത്തിയ വന്യാസ് തങ്ങൾ ഉസ്താദ് അവർക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയെ ഹാഷിമി പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ തങ്ങൾ ഉസ്താദ് അവരുകൾക്കും ഇവിടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്കും വേണ്ടി സ്വാഗതം ആശംസിച്ച ഹാഷിമി ഉസ്താദ് അവരുകൾക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആശംസ പ്രഭാഷണം നടത്തി അവന്റെ തങ്ങൾ ഉസ്താദ് അവരുടെ മകൻ സയ്യിദ് നജമുദ്ദീൻ തങ്ങൾ അവരുകൾ നമ്മുടെ വേദിയിലുണ്ട്. അവർക്കും 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നോമാൻ ഹാഷിം ഉസ്താദ് അവരുകളും ആശംസ പ്രഭാഷണം നടത്തുന്നുണ്ട്. അവർക്കും 1000 സ്വാഗതം അരുളുന്നു. അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്നതായ വിദ്യാർത്ഥികൾ ഗാനവുമായി പ്രസംഗവുമായി വിവിധ വ്യത്യസ്തമായ ഭാഷയിൽ നിന്ന് ഇവിടെ അവതരിപ്പിച്ചു നമ്മൾക്ക് കാണാൻ സാധിച്ചു. അവർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം. മാത്രമല്ല ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ക്വിസ് കോമ്പറ്റീഷനിലും നല്ല കഴിവുള്ളവരുണ്ട്. അതുപോലെ തന്നെ മറ്റു മേഖലയിലും കഴിവുള്ളവരുമുണ്ട് ഈ മഹത്തായ ക്യാമ്പസിൽ. അവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയതായ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 3 സ്വലാത്തോടുകൂടെ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.